Hello everyone, welcome to Dakshina Learnings. Dakshina Learnings ന്റെ പ്രിലിംസ് ഹാക്കർ ക്യാപ്സൂൾ സീരീസിന്റെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UPSC പെർസ്പെക്റ്റീവിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ UPSC തുടർച്ചയായി ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ഏരിയയാണ്. ആ ഒരു തീമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു തീം എന്തുകൊണ്ടാണ് ഇത്രയും ഇമ്പോർട്ടന്റ് ആവുന്നതെന്ന് നമുക്ക് ഈ ഒരു പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഏതൊക്കെയാണ് പ്രീവിയസ് ഇയറിൽ 2019 ചോദിച്ചിട്ടുണ്ട്, UPSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Building Kalyana Mandabas was a notable feature in the temple construction in the kingdom of ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ 2021 ചോദിച്ചിട്ടുണ്ട് with reference to Chausat Yogini temple situated near Morena. Consider the following statements. It is a circular temple built during the reign of Kachagapadaka dynasty. അതുപോലെ തന്നെ it is the only circular temple built in India. It was meant to promote to the Vaishnava cult in the region. അതുപോലെ 2022 ചോദിച്ചിട്ടുണ്ട്. The Prime Minister recently inaugurated the new circuit house near Somanath temple at Veraval. Which of the following statements are correct regarding the Somanath temple? Somanath temple is one of the Jyotirlinga shrines. Description of Somanath temple was given by Al-Biruni. Pran Pradishta of Somanath temple, installation of the present day temple was done by the President S. Radhakrishnan. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2023 എന്ത് ചെയ്തിട്ടുണ്ട്, 24 നമ്മുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് UPSC ചോദിച്ചിട്ടുണ്ട്. സൈക്രഡ് ടെമ്പിൾസ് ഓഫ് ഹൊയ്സാല, അതുപോലെ തന്നെ ശാന്തി നികേതനക്കുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക്ക് വളരെയധികം പ്രയോറിറ്റി ടോപ്പിക്കായിട്ട് മാറുന്നത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇന്നത്തെ തീം എന്താണ്? ടെമ്പിൾ ആർക്കിടെക്ചർ ആൻഡ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സിൽ നമ്മൾ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള സൈറ്റ്സും അതുപോലെ തന്നെ ടെമ്പിൾ ആർക്കിടെക്ചർ നമ്മൾ പഠിക്കും. നഗര സ്റ്റൈല്, ദ്രാവിഡ സ്റ്റൈലും വേസര സ്റ്റൈൽസും അതുപോലെ ബാക്കി റീജിയണൽ സ്കൂൾസ് ഒക്കെ നമ്മൾ പഠിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ബാക്കി യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് ആയിരിക്കും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് നമ്മുടെ തീമിലേക്ക് കിടക്കാം. തീം എന്തായിരുന്നു? തീം നമ്മൾ പറഞ്ഞിരുന്നു, നമ്മുടെ ടെമ്പിൾ ആർക്കിടെക്ചർ ആൻഡ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് ആണ്. നമുക്ക് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് ഇന്ത്യയിൽ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ടോട്ടൽ 43 സൈറ്റ്സ് ഉണ്ട്. അതിൽ കൾച്ചറൽ സൈറ്റ്സ് 35, നാച്ചുറൽ സൈറ്റ്സ് 7, മിക്സഡ് സൈറ്റ്സ് ഒരെണ്ണമാണുള്ളത്. റെക്കഗ്നൈസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് യൂണിവേഴ്സൽ വാല്യൂ ഉള്ള സൈറ്റ്സിനെയാണ് ഈ ഹെറിറ്റേജ് സൈറ്റ്സ് ആയിട്ട് യുനെസ്കോ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ലീഗലി പ്രൊട്ടക്റ്റഡ് അണ്ടർ ദ ഇന്റർനാഷണൽ കൺവെൻഷൻസ്. യുനെസ്കോ ആണ് ഈ ലീഗൽ ബാക്കിങ് കൊടുക്കുന്നത്. ഇതിലെ റീസെന്റ് അഡീഷൻസ് നോക്കുവാണെങ്കിൽ പ്രിലിംസിന് ഫോക്കസ് ചെയ്യാൻ നമ്മൾ അതാണ് പ്രധാനമായിട്ട് നോക്കേണ്ടത്. കാരണം പ്രീവിയസ് ഇയേഴ്സിൽ അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. 2024 അഹം ബറിൽ മൗണ്ട്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അസംബ്ലിയാണ്. ഫസ്റ്റ് ഫ്രം നോർത്ത് ഈസ്റ്റ് ആണ്. 700 ഇയർ ഓൾഡ് റോയൽ ടോംസ് ആണ്. ഇനി 2023 സേക്രഡ് എൻസെമ്പിൾസ് ഓഫ് ഹൊയ്സാലാസ്. 2023 തന്നെ ശാന്തി നികേതൻ എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. ഈ സേക്രഡ് എൻസെമ്പിൾസ് ഓഫ് ഹൊയ്സാലാസ് കർണാടകയാണ്. ഹൊയ്സാല ടെമ്പിൾസ് 3 ടെമ്പിൾസ് വരുന്നുണ്ട്, ബേലൂർ, ഹാലബിഡു ആൻഡ് സോമനാഥപുര. ഇനി ശാന്തി നികേതൻ വെസ്റ്റ് ബംഗാളിലാണ്. ടാഗോർസ് കൾച്ചറൽ എഡ്യൂക്കേഷണൽ വിഷനിലൂടെ ഉണ്ടായ ഒരു സ്ഥലമാണ് ഈ ഒരു ശാന്തി നികേതൻ എന്ന് പറയുന്നത്. 2021 ആഡ് ചെയ്തതാണ് രുദ്രേശ്വര രാമപ്പ ടെമ്പിൾ. തെലങ്കാനയിലാണ്. കക്കാത്തി ആർക്കിടെക്ചർ ആണ്. ഫ്ലോട്ടിംഗ് ബ്രിക്സ് ആണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയായിട്ട് പറയുന്നത്. ഇനി ഇന്ത്യൻ ടെമ്പിൾ ആർക്കിടെക്ചർ എന്താണ്? ടെമ്പിൾ ആർക്കിടെക്ചറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റൈൽസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇന്ത്യൻ ടെമ്പിൾ ആർക്കിടെക്ചറിന്റെ ഒരു ഓവർവ്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട സ്റ്റൈൽസ് ഏതൊക്കെയാണ്? നഗര സ്റ്റൈൽ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ എന്ന് പറയും, ദ്രാവിഡ സ്റ്റൈൽ അല്ലെങ്കിൽ സദേൺ സ്റ്റൈൽ, വേസര സ്റ്റൈൽ, സെൻട്രൽ ഇന്ത്യൻ സ്റ്റൈൽ അല്ലെങ്കിൽ ഡെക്കാൻ സ്റ്റൈൽ എന്ന് പറയും. ഇനി ഹൈബ്രിഡ് സ്റ്റൈൽസ് നോക്കുകയാണെങ്കിൽ ഹൊയ്സാല സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ, നായക സ്കൂള്, വിജയനഗര സ്കൂള്, സോളാങ്കി സ്കൂള്, അതുപോലെ തന്നെ പാല ഓർ സേന സ്കൂൾ, ഇതൊക്കെ നമുക്ക് ഇന്ത്യയിൽ കാണാൻ സാധിക്കും. ഇനി ഇതിന്റെ ബേസിക് എലമെന്റ്സ്, ഒരു ടെമ്പിളിന്റെ ബേസിക് എലമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കുവാണെങ്കിൽ ഒരു ഗർഭഗൃഹം ഉണ്ടായിരിക്കും, മണ്ഡപം ഉണ്ടായിരിക്കും, ശിഖര വിമാനം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ പ്രദക്ഷിണ പാത ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ വാഹന ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ മിഥുന സ്കൾപ്ചേഴ്സും ഉണ്ടായിരിക്കും. ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ടെമ്പിളിന്റെ ഒരു ഫോം എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ളത്. നഗര സ്റ്റൈൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് നോക്കുവാണെങ്കിൽ നഗര സ്റ്റൈലിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് കോമ്പൗണ്ട് വാൾസ് ഉണ്ടാവില്ല ടെമ്പിൾസിന്, അതുപോലെ തന്നെ കർവി ലീനിയർ ശിഖരാസ് ഉണ്ടായിരിക്കും, പഞ്ചായതൻ സ്റ്റൈൽ ആയിരിക്കും യൂസ് ചെയ്തിരിക്കുന്നത്, സ്കൾപ്ചേർഡ് രഥാസ് ഉണ്ടായിരിക്കും, പ്രൊജക്ഷൻസ് ഉണ്ടായിരിക്കും. ഇനി ശിഖര ടൈപ്സിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുവാണെങ്കിൽ ലദിന സ്റ്റൈൽ ഉണ്ട്, ഹംസാന സ്റ്റൈൽ അല്ലെങ്കിൽ പിരമിഡൽ സ്റ്റൈൽ ഉണ്ട്, വലബി സ്റ്റൈൽ അല്ലെങ്കിൽ വോൾട്ടഡ് റൂഫ് സ്റ്റൈലും ഇന്ത്യയിൽ നമുക്ക് ടെമ്പിൾസിൽ കാണാൻ സാധിക്കും. ഇനി ഈ ഒരു നഗര സ്കൂളിന്റെ പ്രധാനപ്പെട്ട സബ് സ്കൂൾസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെയാണ് ഒഡീഷ സ്കൂൾ അല്ലെങ്കിൽ കലിംഗ സ്റ്റൈൽ എന്ന് പറയും. പ്രധാനപ്പെട്ട സൈറ്റ്സ് നോക്കുകയാണെങ്കിൽ കൊണാർക്ക് സൺ ടെമ്പിൾ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് ആണ്, 1984 ഇൻക്ലൂഡ് ചെയ്തത്. അതുപോലെ തന്നെ ജഗന്നാഥ് ടെമ്പിൾ അറ്റ് പൂരി, പിന്നെ ലിംഗരാജ് ടെമ്പിൾ അറ്റ് ഭുവനേശ്വർ. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട സ്ട്രക്ചേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സ്ട്രക്ചേഴ്സിൽ നമ്മൾ പറയുന്ന നേരത്തെ നമ്മൾ ഗർഭഗൃഹ, മണ്ഡപമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇവിടെ പറയുന്ന പേര് എന്തൊക്കെയാണ്? രേഖദ്യൂള, പീഠദ്യൂള, അതുപോലെ തന്നെ കക്ര, അങ്ങനെയാണ് പറയുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സബ് സ്കൂളാണ് ഖജുരാഹോ സ്കൂള്. കീ
സൈറ്റ്സ് നോക്കുവാണെങ്കിൽ കണ്ടറിയ മഹാദേവ ടെമ്പിൾ, ലക്ഷ്മണ ടെമ്പിൾ, പാർശ്വനാഥ് ടെമ്പിൾ ഒക്കെയാണ്. പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ഇറോട്ടിക് സ്കൾപ്ചേഴ്സ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പഞ്ചായതൻ പ്ലാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ ആണ് ഈ ഒരു ഖജുരാഹോ സ്കൂള്. ഇനി റിച്ച് കാർവിംഗ്സ് ആണ് ഇവിടെ ഉള്ളത്. വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് ആയിട്ട് പ്രഖ്യാപിച്ചത് 1986 ഇനി സൊളാങ്കി സ്റ്റൈൽ അല്ലെങ്കിൽ മാരു ഗുർജാര സ്റ്റൈൽ ഉണ്ട്. റീജിയൻ നോക്കുവാണെങ്കിൽ ഗുജറാത്തും രാജസ്ഥാനുമാണ്. ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ സ്റ്റെപ്പ് വെൽസ് ഉണ്ടായിരിക്കും. ഈ സ്റ്റെപ്പ് വെൽസിനെ നമ്മൾ പറയുന്ന സൂര്യകുണ്ട് എന്നാണ്. ഡെക്കറേറ്റഡ് തോരണാസും അതുപോലെ തന്നെ ആസ്ട്രോണമിക്കൽ അലൈൻമെന്റുമാണ് മറ്റ് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇനി മേജർ സ്റ്റൈൽസിൽ അടുത്ത പ്രധാനപ്പെട്ട സ്റ്റൈലാണ് ദ്രവീഡിയൻ സ്റ്റൈൽ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ സ്റ്റൈൽ എന്ന് നമ്മൾ പറയും. ഇതിൽ വിമാന പിരമിഡലായിരിക്കും, എബോ ഗർഭഗൃഹ ആയിരിക്കും, ഗോപുരം ഓർണേറ്റ് എൻട്രൻസ് ടവറിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഗോപുരം എന്ന് പറയുന്നത്. ഇനി എൻക്ലോസേഴ്സ് നോക്കുവാണെങ്കിൽ കോമ്പൗണ്ട് വാൾസ് ഉണ്ടായിരിക്കും, വാട്ടർ ടാങ്ക്സ് ഉണ്ടായിരിക്കും, ദ്വാരപാൾസ് ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ എന്താണ്, ഒന്നില്ലെങ്കിൽ സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കുലർ പ്ലാൻസ് ആണ് നോർമലി കാണാറുള്ളത്. പിന്നെ സർക്കുലർ പ്ലാൻസും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി എന്താണ്, ഈ ഒരു ദ്രവീഡിയൻ സ്റ്റൈലിന്റെ ക്രോണോളജിക്കൽ എവല്യൂഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ പല്ലവ ടൈമിലാണ് ഇതിന്റെ ഫസ്റ്റത്തെ എവല്യൂഷൻ വരുന്നത്. ഷോർ ടെമ്പിൾ, കൈലാസനാഥ് ടെമ്പിൾ, ഇതൊക്കെ എന്താണ് മഹാബലിപുരത്താണ്. ഇതൊക്കെ 1984 വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് ആയിട്ട് പ്രഖ്യാപിച്ച സൈറ്റ്സും ആണ്. ഇവരൊക്കെ എന്താണ് ഈ ഒരു പല്ലവ സ്റ്റൈൽ ഓഫ് ടെമ്പിൾ ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഈ ഒരു ദ്രവീഡിയൻ സ്റ്റൈലിലെ പല്ലവ എവല്യൂഷന്റെ പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആണ്. റോക്കറ്റ് ടു സ്ട്രക്ചറൽ ട്രാൻസിഷൻ ആണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ചോള സമയത്ത് എന്താണ് ബൃഹദേശ്വര ടെമ്പിൾ അറ്റ് തഞ്ചാവൂര്, അതുപോലെ തന്നെ ഗംഗൈകൊണ്ട ചോളാപുരം ടെമ്പിളും, അതുപോലെ തന്നെ ഐരാവതേശ്വര ടെമ്പിൾ അറ്റ് ധാരാസുരം, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ടെമ്പിൾസ് പറയുന്നത്. ഇതൊക്കെ എന്താണ് ലാർജ് വിമാനാസ് ഉണ്ടായിരിക്കും, സിമ്മട്രിക്കൽ സ്റ്റൈൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സിന്റെ ടാഗും കിട്ടിയിട്ടുണ്ട്, ദ ഗ്രേറ്റ് ലിവിംഗ് ചോള ടെമ്പിൾസ് എന്ന് പറഞ്ഞിട്ട്. ഇനി നായക സ്റ്റൈലാണ് മറ്റൊരു പ്രധാനപ്പെട്ട സൗത്ത് ഇന്ത്യൻ സ്റ്റൈല്. മീനാക്ഷി ടെമ്പിളിൽ നമുക്ക് കാണാൻ സാധിക്കും, മധുരൈ മീനാക്ഷി ടെമ്പിൾ. ഇതെന്താണ് ഹ്യൂജ് ഗോപുരംസ് ഉണ്ട്, പില്ലേഡ് കോറിഡോർസ് ഉണ്ട്. ഇൻഡോ ഇസ്ലാമിക് ഇൻഫ്ലുവൻസ് ഈ ഒരു നായക സ്റ്റൈലിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി മറ്റൊരു മേജർ സ്റ്റൈലാണെന്ത് വേസര സ്റ്റൈൽ അല്ലെങ്കിൽ ഡെക്കാൻ സ്റ്റൈൽ, സെൻട്രൽ ഇന്ത്യൻ സ്റ്റൈൽ എന്നൊക്കെ നമ്മൾ പറയും. ബ്ലെൻഡ് നോക്കുവാണെങ്കിൽ നഗര പ്ലസ് ദ്രവീഡിയൻ ആണ്. ഇത് പ്രോത്സാഹിപ്പിച്ച ഡൈനാസ്റ്റീസ് നോക്കുവാണെങ്കിൽ ചാലൂക്യാസ്, രാഷ്ട്രകൂടാസ് ആൻഡ് ഹൊയ്ശാലാസ്. ഇതിന്റെ പ്രധാനപ്പെട്ട എക്സാമ്പിൾസ് കൈലാസനാഥ ടെമ്പിൾ നമുക്ക് കാണാൻ സാധിക്കും, എലോറയിലുള്ളത്. അതുപോലെ തന്നെ ഗ്രൂപ്പ് ഓഫ് മോണിമെന്റ്സ് അറ്റ് പട്ടടക്കൽ. ഈ ഗ്രൂപ്പ് ഓഫ് മോണിമെന്റ്സ് അറ്റ് പട്ടടക്കൽ എന്താണ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് ആയിട്ടുണ്ട്, 1987 പിന്നെ എന്താണ് ദൊഡ്ഡ ബാസപ്പ ടെമ്പിളും ഈ ഒരു വേസര സ്റ്റൈലിന്റെ പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട സബ് സ്കൂൾ ആണ് എന്ത് ഹൊയ്ശാല സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ, ഒരു യൂണീക് സ്റ്റൈലാണ്. ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ സ്റ്റെല്ലേറ്റ് പ്ലാൻ, സ്റ്റെല്ലേറ്റ് പ്ലാൻ മീൻസ് സ്റ്റാർ ലേക്ക് പ്ലാൻ ആണ്. അതുപോലെ തന്നെ റൈസ്ഡ് ജഗതി ഉണ്ട്, സോപ്പ് സ്റ്റോൺ ആണ് യൂസ് ചെയ്തിരുന്നത്, സിഗ്സാഗ് വാൾസ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എന്താണ് മൾട്ടിപ്പിൾ സൈൻസ് ആണ് കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരുന്നത്. പ്രധാനപ്പെട്ട ടെമ്പിൾസ് ഏതൊക്കെയാണ് നോക്കുവാണെങ്കിൽ ചെന്നകേശ്വര ടെമ്പിൾ അറ്റ് ബേലൂർ ആൻഡ് സോമനാഥപുര, അതുപോലെ തന്നെ ഹൊയ്ശാലേശ്വര ടെമ്പിൾ അറ്റ് ഹാലേബിദു. ഇനി യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ച് 2024 സീക്രഡ് എൻസെമ്പിൾസ് ഓഫ് ഹൊയ്ശാലാസ് എന്നാണ് പറയുന്നത്. ഇത് 2024 UPSC എന്ത് ചെയ്തിട്ടുണ്ട്, പ്രീവിയസ് പ്രിലിംസ് എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. ഇനി വിജയനഗര സ്റ്റൈലാണ് മറ്റൊരു പ്രധാനപ്പെട്ട റീജിയണൽ സ്റ്റൈൽ. 14th to 16th സെഞ്ചുറിയിലാണ് ഈ ഒരു സ്റ്റൈൽ ഇവോൾവ് ചെയ്ത് വന്നത്. ബ്ലെൻഡ് നോക്കുവാണെങ്കിൽ ദ്രവീഡിയൻ ബേസ് വിത്ത് ഹൊയ്ശാല, ചാലൂക്യ ആൻഡ് ഇൻഡോ ഇസ്ലാമിക് ഇൻഫ്ലുവൻസസ് ഉണ്ട്. ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഗോപുരം സോൺ ഓൾ സൈഡ്സ്, യാലി പില്ലേഴ്സ് ഉണ്ട്, മണ്ഡപാസ് ഉണ്ട്, സെക്യുലർ ബിൽഡിംഗ്സ് വിത്തിൻ ദ ടെമ്പിൾ കോംപ്ലക്സസ്. വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ഹംപി എന്നാണ് 1986 വന്നതാണ്. നോട്ടബിൾ സ്ട്രക്ചേഴ്സ് നോക്കുവാണെങ്കിൽ വീരപക്ഷ ടെമ്പിൾ ഉണ്ട്, വിത്തലസ്വാമി ടെമ്പിൾ ഉണ്ട്, അതുപോലെ തന്നെ ലോട്ടസ് മഹാളും ഉണ്ട്. പിന്നെ കല്യാണ മണ്ഡപാസ് ഈ ഒരു ടെമ്പിളിനോടനുബന്ധിച്ച് പണി കഴിപ്പിക്കുന്ന ആരാണ്, വിജയനഗര സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ ആണ്. ഇനി കക്കാത്തിയ ആർക്കിടെക്ചർ ഉണ്ട്, രാമപ്പ ടെമ്പിൾ ആണ് ഇതിന്റെ എക്സാമ്പിൾ. 1213 ഈ ഒരു ടെമ്പിൾ പണി കഴിപ്പിച്ചിരിക്കുന്നത്, തെലങ്കാനയിലുള്ളതാണ്. ഹൈലൈറ്റ്സ് നോക്കുവാണെങ്കിൽ ഫ്ലോട്ടിംഗ് ബ്രിക്സ് ആണ്, നെയിംഡ് ആഫ്റ്റർ സ്കൾപ്റ്റർ, ഇത് ഉണ്ടാക്കിയ ആളുടെ പേരിൽ തന്നെയാണ് ഇത് അറിയപ്പെടുന്നത്. ഓക്കെ, ഹൈ ബേസ് പ്ലാറ്റ്ഫോം ആണ് ഈ കക്കാത്തിയ ടെമ്പിൾ ആർക്കിടെക്ചറിലെ രാമപ്പ ടെമ്പിളിന് ഉള്ളത്. വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചത് 2021. ഇനി ഒരു ക്വിക്ക് ഫാക്ട് ടേബിൾ നമുക്ക് നോക്കാം. യുനെസ്കോ ടെമ്പിൾ സൈറ്റ്സ് ഏതൊക്കെ, അത് എപ്പോഴൊക്കെയാണ് പ്രഖ്യാപിച്ചത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കി പോകാം. ഹൊയ്ശാല ടെമ്പിൾസ് ഹൊയ്ശാല സ്റ്റൈലാണ്, 12th to 13th സെഞ്ചുറിയിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചത് 2024. ഇനി രാമപ്പ ടെമ്പിൾ കക്കാത്തിയ ഡൈനാസ്റ്റിയുടെ കീഴിൽ വരുന്നതാണ്, 13th സെഞ്ചുറിയിലാണ് ബിൽഡ് ചെയ്തത്. 2021 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് മാറുന്നത്. ഇനി അടുത്തത് ഏതൊക്കെയാണ്, ബൃഹദേശ്വര ടെമ്പിൾ, ഗംഗൈകൊണ്ട ചോളാപുരം, ധാരാസുരം ടെമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഗ്രേറ്റ് ലിവിംഗ് ചോള ടെമ്പിൾസ്, ചോള സ്റ്റൈലാണ് അല്ലെങ്കിൽ ദ്രവീഡിയൻ സ്റ്റൈൽ എന്ന് പറയും. 11th to 12th സെഞ്ചുറി AD ആണ്. 1987 ഇതെന്താണ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചത്. മറ്റൊന്നാണ് ഖജുരാഹോ ഗ്രൂപ്പ് ഓഫ് മോണിമെന്റ്സ്, നഗര സ്റ്റൈലാണ്, ചണ്ഡേല ഡൈനാസ്റ്റിയാണ് വരുന്നത്. 10th to 11th സെഞ്ചുറിയാണ്. 1986 വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചത്. ഇനി മറ്റൊന്നാണ് ഗ്രൂപ്പ് ഓഫ് മോണിമെന്റ്സ് അറ്റ് പട്ടടക്കൽ, വേസര സ്റ്റൈലാണ്, 8th സെഞ്ചുറിയിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. 1987 എന്ത് ചെയ്തു, വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് ആയിട്ട് പ്രഖ്യാപിച്ചു. ഇനി കൊണാർക്കിലെ സൺ ടെമ്പിൾ ഒഡീഷ ഓർ നഗര സ്റ്റൈലാണ്, 13th സെഞ്ചുറി AD ആണ് പണി
പണിയെഴുപ്പിച്ചിരിക്കുന്നത് 1984 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചു. ഇനി ഹംപി അല്ലെങ്കിൽ വിജയനഗര ആർക്കിടെക്ചർ, വിജയനഗര സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ ആണ് 14th to 16th സെഞ്ചുറി ആണ്. 1986 ആണ് ഇതും എന്ത് ചെയ്തിരിക്കുന്നത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി ഇതിൽ നിന്നുള്ള എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇന്റർലിങ്കിങ് ടൈപ്പ് എങ്ങനെയായിരിക്കണം, ഡിസ്ക്രിപ്ഷൻ എന്താണ്, എക്സാമ്പിൾ അല്ലെങ്കിൽ ഹിന്റ് നമുക്ക് എങ്ങനെ എടുക്കാം, ഇനി പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യൻ ടൈപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ എന്താണ്, റീസെന്റ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സിനെ ബേസ് ചെയ്തിട്ട് UPSC വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. റീസെന്റ് അഡീഷൻസ് ഏതൊക്കെയാണ്, അതിന്റെ സ്റ്റൈൽ എന്താണ്, അതുപോലെ തന്നെ അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിനെ ബേസ് ചെയ്തിട്ട് മേ ബി UPSC ചോദിക്കാം. അതിലെന്താണ്, നമ്മൾ കമ്പൈൻ കറണ്ട് അഫെയർ സൈറ്റ് വിത്ത് ഇറ്റ്സ് ആർക്കിടെക്ചറൽ സ്കൂൾ ആൻഡ് ഫീച്ചേഴ്സ്. നമ്മൾ എന്ത് ചെയ്യാം, ഇപ്പം നിലവിലുള്ള ഈ ഒരു കറണ്ട് അഫെയർസ് ഏതാണോ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ആർക്കിടെക്ചറൽ സൈറ്റ്സിന് എന്ത് ചെയ്താൽ മതി, കണക്ട് ചെയ്താൽ മതി. ഇനി എന്താണ്, എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, 2024 ചോദിച്ചിരുന്നു സേക്രഡ് എൻസെമ്പിൾസ് ഓഫ് ഹോയ്ശാലാസ്. 2023 ആഡ് ചെയ്തത്, അതുകൊണ്ട് തന്നെ 2024 ക്വസ്റ്റ്യൻ വന്നു. സോ അങ്ങനെയുള്ള കറണ്ട് അഫെയർസുമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ലിങ്ക് ചെയ്ത് നിൽക്കണം. ഇനി എന്താണ്, മാച്ച് ദ ഫീച്ചർ ടു ദ ടെമ്പിൾ അല്ലെങ്കിൽ സൈറ്റ്. എന്തൊക്കെയാണോ ഫീച്ചർ അത് ഓരോരോ ടെമ്പിൾസുമായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ മാച്ച് ചെയ്ത് നോക്കുക. ഇനി രണ്ടാമതായിട്ട് ടെമ്പിൾ പ്ലസ് ഡൈനാസ്റ്റി പ്ലസ് റീജിയൻ. ഇപ്പോൾ ഒരു ടെമ്പിൾ തന്നിട്ട് അതിന്റെ ഡൈനാസ്റ്റി ഏതാണ്, റീജിയൻ ഏതാണ്, ആ ഒരു ടൈപ്പിൽ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ ഈ ഒരു ടെമ്പിൾസിനൊക്കെ എന്ത് ചെയ്യണം, മിക്സ് ടെമ്പിൾ നെയിം വിത്ത് ഡൈനാസ്റ്റി ആൻഡ് റീജിയണൽ സ്റ്റൈൽ. ഡിമാൻഡ്സ് എന്താണ്, 3 പോയിന്റ് റീകോൾ, അതായത് 3 പോയിന്റ് വെച്ച് എന്ത് ചെയ്യുക, നമ്മൾ നോട്ട് പ്രിപ്പയർ ചെയ്ത് പോവാം. ഇനി എന്താണ്, ബൃഹദ്വേശ്വര ടെമ്പിൾ, അതുപോലെ തന്നെ ചോള ടെമ്പിൾസ് എന്താണ് തമിഴ്നാട്ടിലാണ് ഉള്ളത്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു 3 പോയിന്റ് നോട്ടാക്കി നമുക്ക് നോട്ട് തയ്യാറാക്കാം. ഇനി എന്താണ്, 3 സ്റ്റേറ്റ്മെന്റ് അസേർഷൻ അല്ലെങ്കിൽ മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻ മേ ബി ഇതിന്റെ അകത്ത് വേണമെങ്കിൽ UPSCക്ക് ചോദിക്കാം. ഇനി മറ്റൊന്നെന്താണ്, സ്റ്റൈലും അതിന്റെ ഡിഫറൻസിയേഷനും. ഇപ്പം നഗര സ്റ്റൈൽ വേഴ്സസ് ദ്രാവിഡ സ്റ്റൈൽ വേഴ്സസ് വേസര സ്റ്റൈൽ, അങ്ങനെ മേ ബി UPSCക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാം. ഡയറക്റ്റ് ആൻഡ് കമ്പാരിറ്റീവ് ഫീച്ചേഴ്സ് അക്രോസ് സ്റ്റൈൽസ് ഓർ സബ് സ്കൂൾസ്. ഓരോ സ്റ്റൈൽസും ഓരോ സബ് സ്കൂൾസും തമ്മിലുള്ള ഇന്റർലിങ്കിങ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അത് തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ്, വേസര സ്റ്റൈലിലുള്ള നഗര ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ വേസര സ്റ്റൈലിലുള്ള ദ്രവിഡിയൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. അങ്ങനെ മേ ബി വേണമെങ്കിൽ UPSC ക്വസ്റ്റ്യൻ ചോദിക്കാം. ഗോപുരം ഇൻ ദ്രാവിഡ വേഴ്സസ് ശിഖര ഇൻ നഗര, ഇല്ലെങ്കിൽ ഇത് രണ്ടും മേ ബി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും, വേസര സ്റ്റൈൽ കാണാൻ സാധിക്കും. അങ്ങനെ വേണമെങ്കിൽ UPSC നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഫീച്ചേഴ്സ് എന്താണ്, ഐഡന്റിഫിക്കേഷൻ ഓർ വിച്ച് ഓഫ് ദീസ് ഈസ് നോട്ട്, അല്ലെങ്കിൽ ഇതിൽ ഏതൊക്കെയാണ് ശരി അല്ലെങ്കിൽ ഏതൊക്കെയാണ് തെറ്റ്. അങ്ങനെ വേണമെങ്കിൽ UPSC എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്നാണ് എന്ത്, വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സും നോൺ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സും സൈറ്റ്സിന്റെ കൺഫ്യൂഷൻ. അതായത് ഇപ്പം വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സും അല്ലെങ്കിൽ അല്ലാത്ത സൈറ്റ്സും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തരാം. ഇപ്പം പലതരത്തിലുള്ള ടെമ്പിൾസ് ഉണ്ട്, പല ടെമ്പിൾസ് ഇന്ത്യയിലുണ്ട്. ഇപ്പൊ എന്താ, വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ടുള്ള ടെമ്പിൾസും ഉണ്ട്, അല്ലാത്ത ടെമ്പിൾസും ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ടെമ്പിൾസിന്റെ ഒരു ലിസ്റ്റ് എന്നിട്ട് നിങ്ങളോട് മേ ബി ചോദിക്കാം, ഇതിൽ ഏതൊക്കെയാണ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഇപ്പം ഏതെങ്കിലും ഒരു ഡൈനാസ്റ്റിയിൽ വരുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റൈലിൽ വരുന്ന ടെമ്പിൾസ് ഏതൊക്കെയാണ്. അങ്ങനെ മേ ബി വേണമെങ്കിൽ എന്ത് ചെയ്യാം, UPSCക്ക് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാം. ഓക്കെ, ഇനി സ്റ്റാറ്റിക് പ്ലസ് കൺസർവേഷൻ ആംഗിളിൽ ചോദിക്കാം. സ്റ്റാറ്റിക് സെക്ഷൻസ് ഉണ്ടല്ലോ, ആ സ്റ്റാറ്റിക് സെക്ഷൻസിനെ കൺസർവേറ്റീവ് ആംഗിളിൽ കണക്ട് ചെയ്ത് വേണമെങ്കിൽ UPSC ചോദിക്കാം. കമ്പൈൻ ആർട്ട് ഹിസ്റ്ററി വിത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് ASI, അതുപോലെ തന്നെ യുനെസ്കോ, ഇൻടാഷ്, അങ്ങനെയൊക്കെ വേണമെങ്കിൽ UPSCക്ക് ചോദിക്കാം. ഇനി എന്താണ്, ഹൂ നോമിനേറ്റ്സ് എ സൈറ്റ് ഫോർ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ്, റോൾ ഓഫ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇൻ ടെമ്പിൾ കൺസർവേഷൻ. അങ്ങനെയൊക്കെ മേ ബി കണക്ട് ചെയ്തിട്ട് UPSCക്ക് എന്താ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ മേ ബി അങ്ങനെ ചോദിക്കാനുള്ള സാധ്യതയും ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു തീമുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാനുള്ളത്. ആക്ച്വലി നമ്മൾ ഈ ഒരു തീമിന്റെ ജസ്റ്റ് ഒരു ഓവർവ്യൂ മാത്രമാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. ഏതൊക്കെയാണ് സ്റ്റൈൽസ്, ടെമ്പിൾസ് ഏതൊക്കെയാണ്, ഏതൊക്കെ ഡൈനാസ്റ്റീസ് ആണ്, ഏതൊക്കെ സ്റ്റൈൽസ് ഓഫ് റീജിയണൽ സ്കൂൾസ് ആണുള്ളത്, അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു ഓവർവ്യൂ മാത്രമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്, ഇതിനെ വളരെ ക്ലിയർ കട്ട് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്ലാസ് ദക്ഷിണ ലേണിംഗ്സിന്റെ യൂട്യൂബ് ചാനലിലെ തീം നമ്പർ 33 ക്ലാസ് നമ്പർ 33 അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും റെഫറൻസ് വേണമെങ്കിൽ, ഈ ഒരു ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ക്ലാസ് ഒന്ന് റെഫർ ചെയ്താൽ മതി. ഇതോടുകൂടി ഇന്നത്തെ പ്രിലിംസ് ക്യാപ്സ്യൂൾ സെഷൻ അവസാനിക്കുകയാണ്. മറ്റൊരു സെഷനുമായി നാളെ കാണാം. ഗുഡ് ബൈ.